മധുവങ്കിൾ, ഇനി വരാൻ പോകുന്ന പാട്ട് മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകൻ മിസ്റ്റർ എം ജയചന്ദ്രൻ സർ സംഗീത സംവിധാനം ചെയ്ത ഒരു മനോഹരമായ സോങ്ങുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ സാരംകുട്ടനെത്താണ്. കേട്ടാലോ? നല്ലൊരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത്. അതെ, നല്ലൊരു മനുഷ്യൻ. അതിന് സംശയമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്. അല്ല അല്ല, ഞാൻ കണ്ടിടത്തോളം നല്ലൊരു മനുഷ്യനാണ്. ഞാനും. So let's welcome സാരംകുട്ടൻ on stage. സാരംകുട്ട, നമ്മള് പോയില്ല. എപ്പോഴാണ് പോണേ പാന്റും ഷർട്ടൊക്കെ എടുക്കാനായിട്ട്? നല്ലൊരു അയ്യോ, ഇന്ന് അടിപൊളി, നല്ല രസം. കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രണ്ടിത്തെ സിഗ്നേച്ചർ സ്റ്റൈൽ. ഇഷ്ടപ്പെട്ടു. എന്നെ പോലെ അല്ല കിൻഡർ ബോക്സ് കേട്ടോ. അപ്പൊ ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് മാൻമിഴിപ്പൂവ് ആണോ? മീൻ തുടിച്ചേ എന്റെ പെണ്ണ്. ഇതാണ് മറ്റേ സംഗീത സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞത് ആണല്ലേ? ഓക്കെ ഓക്കെ. ഇല്ല, ഓക്കെ. പക്ഷെ ഇവിടെ പറയണ്ടേ? പ്രശസ്തനായ ഒരു വ്യക്തി. നീ ഇന്ന് പാടുന്നത് ഇത്രയധികം ലോക പ്രശസ്തനായ ഒരു വ്യക്തി അറിഞ്ഞുകൂടെ? അറിയില്ലേ? പറയുമ്പോ തന്നെ നാക്കുളിക്ക് പേടിച്ചിട്ട്. ആ മനുഷ്യനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പാടില്ല. അയ്യോ, എത്ര പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് അറിയാമോ? കുട്ടൻ, കുട്ടൂസ്, പിന്നെ ജയൻ ചേട്ടൻ, കുട്ടൻ ചേട്ടൻ, എം ജയചന്ദ്രൻ, പല പേരുകൾ അറിയപ്പെടുന്ന ആളാണ്. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ? മൈക്കിൾ ജാക്സന്റെ പോലെയാ. എം ജെ ആണ് ഇനീഷ്യല്. ശരിയാ. മധു ബാലകൃഷ്ണൻ മോശമില്ല, MON അവസാനം. സമയം കൊടുത്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ? നല്ലത്. അപ്പൊ മൂവി മഹാസമുദ്രം, വർഷം 2006. പിന്നെ മ്യൂസിക് എം ജയചന്ദ്രൻ സാർ, പിന്നെ ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് യേശുദാസ്. ഏത് പാട്ട്? മാൻമിഴിപ്പൂ. മാൻമിഴിപ്പൂ. വെരി ഗുഡ്. നല്ല ഉഗ്രം പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ട്. കാര്യം അത്ര വലിയ കാര്യമായിട്ട് ചെയ്ത് മ്യൂസിക്കും ചെയ്തില്ലെങ്കിലും എനിക്ക് ഇഷ്ടമാണ് പാട്ട്. എനിക്ക് സാരംകുട്ട പാടിയിട്ട് വേണം ഈ പാട്ടൊന്നും ഇഷ്ടപ്പെടാൻ. ഒന്ന് ഇഷ്ടപ്പെടുന്നു. താങ്ക് യു സാർ. No
ഗുഡ് വെരി ഗുഡ് Beautiful ഡാ. സൂപ്പർ സൂപ്പർ അടിപൊളി. പോയോ ഇപ്പൊ ടെൻഷൻ? ആ. മുന്നേ അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ പാടാൻ പോകുമ്പോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? പാടി ഇഷ്ടപ്പെടുത്തിയോ? മ്യൂസിക് ഡയറക്ടറിനെ പാടി ഇഷ്ടപ്പെടുത്തിയോ? ഉണ്ടാവും. ചോദിച്ചു നോക്ക്, ഒന്ന് നീ ചോദിച്ചു നോക്ക്. ടെൻഷൻ ഉണ്ടുണ്ടോ ഇല്ലില്ലേ? ഉണ്ട് ചെറുതായിട്ട്. ഉണ്ടുണ്ട്. ഉണ്ട്, അതെ. സാരമില്ല. ആ. പക്ഷെ ആദ്യത്തെ ബ്രത്ത് വർക്ക് നന്നായിട്ടാ. അതെ അതെ ഫസ്റ്റ് അമ്മയും പാടിയില്ലേ, ആ അത് കൃത്യമായിട്ട് ശ്വാസം എടുത്ത് കറക്റ്റ് ആയിട്ട് ട്രിക്ക് മനസ്സിലാക്കി അങ്ങനെ അപ്ലോഡ് ചെയ്തു. അതെ. അത് സൂപ്പർ ആയിരുന്നേ. താങ്ക് യു ഞങ്ങള് സർ. ഒത്തിരി ഇഷ്ടപ്പെട്ടെ. പാട്ടിന് ഒരുപാട് ഇടങ്ങളിൽ മനോഹരമായ സ്പർശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഈ പാട്ടിൽ അങ്ങനെയാണ്. അതിന്റെ സംഗതിയോ അതൊന്നുമല്ല, അതിന്റെ സ്പർശമാണ്. ചില വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള മ്യൂസിക്കാലിറ്റി ചില നോട്ട്സിലൂടെ അതിൽ പങ്കിടുമ്പോഴാണ്. അതാണ് നമ്മളുമായിട്ട് ഓഡിയൻസുമായിട്ട് പങ്കിടുക എന്നുള്ളതാണ്. ഷെയറിംഗ് ആണ്. ആ ഷെയറിംഗ് ദ ലവ് ത്രൂ മ്യൂസിക്, യെസ് സർ. ഷെയറിംഗ് ദ മ്യൂസിക്കാലിറ്റി അല്ലേ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പല ഇടങ്ങളിലും. എനിക്ക് പൊന്നമ്പിളി എന്ന് പാടില്ലേ, ആ അമ്പിളി ഇവിടെ താഴെ ഇറങ്ങി വന്ന പോലെ തോന്നി. അതുപോലെ പോയി ഒളിച്ചു എന്ന് പറഞ്ഞപ്പോ ശരിക്കും ഒളിച്ച പോലെ വന്നു. പിന്നെ കണ്ടിട്ടും മിണ്ടിയിട്ടും മതിയായില്ല, അല്ലെങ്കിൽ അനുരാഗ ചരടാൽ ഞാൻ കെട്ടിയിടും. കെട്ടിയിടും. അതൊക്കെ നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഒരു സജഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാൻമിഴി പൂവ് മീൻ തൊടിച്ചേലെന്നുള്ളത് അത്രയധികം അവിടെ ഒരു സംഗതിയായിട്ട് പാടുന്നുണ്ട്. അത്രയും ഒരു സംഗതി അതിനകത്ത് ആവശ്യമില്ല. മാൻമിഴി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും സംഗതിയുടെ ആവശ്യമില്ല. മാൻമിഴി മാൻമിഴിപ്പൂവ് മീൻ തുടിച്ചേല്. എന്റെ പെണ്ണ്, എന്റെ പെണ്ണിനാണ് അവിടെ വാല്യൂ. അതെ സർ. മനസ്സിലായില്ലേ? ആ എന്റെ പെണ്ണ്, എന്റെ പെണ്ണ്, ഓ എന്റെ പെണ്ണ്, തീരത്ത് അത്രേ ഉള്ളൂ. അതൊന്നുമില്ല. തീരത്ത് തീരത്ത് തുള്ളും മാമഴത്തുള്ളി എന്റെ പെണ്ണ്, ഓ എന്റെ പെണ്ണ്. അതാണ്. അതുപോലെ മാങ്കുയിൽ തേടിയ മാന്തളിര്, എന്നെ നോട്ട്സ് പാട്. മാരിവില്ല് അവൾ മാമയില് മാങ്കുയിൽ മാങ്കുയിൽ തേടിയ മാന്തളിര്. ഓക്കെ. പിന്നെ ചരണത്തില് ഒരു നോട്ട് മോൻ പാടിയത് ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പാടിയത്. അതായത് അരയത്തി പെണ്ണായി നീ എൻ അരികത്ത് വന്നാലോ ഇല്ലേ, ഒന്ന് പാടിയേ. അരയത്തി പെണ്ണായി നീ എൻ അരികത്തു വന്ന കത്തു പകമാമ അരികത്തു വന്നാലോ രാഗ. അപ്പൊ രണ്ട് ഗാ വരും. പകമാമ പമഗാഗ മകരീരി അങ്ങനെയല്ലേ. കേട്ട് പഠിക്കുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ചില നോട്ടൊക്കെ നമ്മൾ അതാണെന്ന് വിചാരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ലായിരിക്കും. ചിലപ്പോ ഞാൻ ആഗ്രഹിക്കുന്ന അതായിരിക്കും, പക്ഷെ പാട്ട് പാടി വരുമ്പോ അത് വേറെ പോലെ ആയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ വരാറുണ്ട്. അപ്പൊ ചിലത് ഇപ്പൊ ദാസാറ് പാടുമ്പോ ചിലപ്പം ഞാൻ ഉദ്ദേശിച്ച നോട്ട് അതുപോലെ തന്നെ ആയിരിക്കില്ല, പക്ഷെ അദ്ദേഹം പാടിയപ്പോഴത്തേക്കും അത് അതിഗംഭീരമാകുമ്പോഴത്തേക്കും ആ നോട്ട് മതിയെന്ന് വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും. അതല്ലേ ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന് പറഞ്ഞ പാട്ടില് ഒരു സംഗതി, ഇന്നലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഗതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാസാറ് ചോദിച്ചു, മോനെ ഈ ബാലേട്ടന്റെ അച്ഛൻ മരിച്ചെടുക്കുമ്പോ ഇത്രയധികം സംഗതിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇന്നലെ എന്നാക്കിയത് അതുകൊണ്ടാ. അപ്പൊ അങ്ങനെ സംഗതി നമുക്ക് ആവശ്യമില്ല. അത് മാൻമിഴി പൂവ്, അത് ഇത്രയും സംഗതിയുടെ ആവശ്യമില്ല. അപ്പൊ അത് നോക്കണം, നമ്മൾ ഓവറായിട്ട് സംഗതീകരിക്കരുത് കേട്ടോ. അപ്പൊ ഒരു ശീതീകരണം നടക്കും സംഗീതത്തിന്റെ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു സർ. മിസ്റ്റർ സാരംഗ്, യെസ് സർ, അവർ ജെന്റിൽമാൻ, നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്തായാലും പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും പുറത്തത് കണ്ടില്ല, എനിക്കത് ഫീൽ ചെയ്തില്ല. ഹമ്മിങ് ഒക്കെ പാടിയപ്പോ ഒരു പേടി പോലെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ അങ്ങോട്ടേക്ക് ഓക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ ശരിയായി. പിന്നെ എനിക്ക് ഇത് മ്യൂസിക് ചെയ്ത എം ജി അങ്കിൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നല്ലോ. അതെ, ഭാഗ്യം. അതൊക്കെ തിരുത്തി തന്നല്ലോ അല്ലേ. ഇനിയിപ്പോ അത് ശ്രദ്ധിക്കുമല്ലോ. എനിക്കിനി വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഇനി എല്ലാ കാര്യങ്ങളും എം ജി അങ്കിൾ പറഞ്ഞു. അതെ, ഹമ്മിങ് ഒക്കെ ഞാൻ വിചാരിച്ചു
ശ്വാസം ടെൻഷനാണെന്ന് പറഞ്ഞില്ലേ, അതെ, അതെ. പക്ഷേ ടേക്കിൽ നന്നായിട്ട് വന്നു. ഓക്കെ ഉഗ്രനായി, വെരി ഗുഡ്. താങ്ക് യു. സാരംകൂട്ടാ, ഓ കാര്യമായിട്ട് പാട്ടിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. പറയുന്നുണ്ടേ പറഞ്ഞു. പറയണോ? എനിക്ക് ആ ടെൻഷനെ പറ്റിയിട്ടാ ചോദിക്കാനുള്ളത്. ഇനി എന്തിനാ ടെൻഷൻ? അല്ല ഹമ്മിങ്ങിന്റെ അത് മാത്രമേ ഉള്ളായിരുന്നു. അത് മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ, അവിടെ മാത്രമേ ഞാനും ടെൻഷൻ കണ്ടുള്ളൂ. പക്ഷെ ആദ്യം തൊട്ടേ ഇങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. പേടിയൊന്നും വേണ്ട കേട്ടോ. ഇല്ലില്ല. ഒരു പിന്നെ ബേസ് എനിക്ക് ഉള്ള പ്രശ്നം വെച്ചാല് ബേസിന്റെ പ്രശ്നമുണ്ട്. പിന്നെ അധികം ടോപ്പായിട്ട് കിട്ടൂല. അത് കിട്ടൂല. ശബ്ദം മാറുന്ന സമയമല്ലേ? അതെ. ശബ്ദം മാറുന്ന സമയമായതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. കുഴപ്പമില്ല. ഇത് ശബ്ദമൊക്കെ മാറിയില്ലേ മച്ചാ? അതെ. എനിക്ക് ഈ പേടി എന്ന് പറഞ്ഞില്ലേ, ഹമ്മിങ് കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം, കഴിഞ്ഞല്ലോ ഒരു ആശ്വാസം മുഖത്തുണ്ടായി. മുഖത്തുണ്ടായിരുന്നു അല്ലേ? യെസ്. അതാ ശബ്ദം മാറുന്നതിന്റെ സാരംകൂട്ട. അത് കുഴപ്പമില്ല. അത് ഇത്രയും പാടാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല റേഞ്ച് ഉണ്ട് ആക്ച്വലി. ഇത് താഴത്തെ ബേസ് നോട്ട് മേളത്തേതൊക്കെ അത്രയും റേഞ്ച് ഉണ്ട് സാരംകൂട്ടിന് കേട്ടോ. മിടുക്കനായിട്ട് പാടുകയും ചെയ്യുന്നുണ്ട്. നല്ല ശബ്ദമാണ്. ഇനിയിപ്പോ ശബ്ദം എല്ലാം മാറി വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ടെൻഷൻസും വേറൊരു ബ്യൂട്ടിഫുൾ വേറൊരു വളരെ സുന്ദരമായ ഒരു ശബ്ദം വരും. വോയിസ് സാരംകൂട്ടിന് വരും. അതൊന്നും സംശയമൊന്നുമില്ല. കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ കേട്ടോ. ടെൻഷൻ വേണ്ട, വിട്ടേക്ക്. നമുക്ക് ടെൻഷൻ വേണ്ട. അപ്പൊ ഇങ്ങനെ സ്റ്റേജ് കയറുന്നതിന് മുന്നേ നല്ല കാമായി സമാധാനമായി ഇരുന്നിട്ട് പാടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ പാട്ടിലും ഫീലും ആവും നമുക്ക് പാട്ട് കേട്ടോ. അത്രേ ഉള്ളൂടാ. ബാക്കിയൊക്കെ മിടുക്കനായിട്ട് പാടി. ആ ബ്രെത്ത് വർക്ക് ഒക്കെ നല്ല തന്നെ ആയിരുന്നു ആദ്യം. അത് അത്രയും സസ്റ്റെയിൻ ചെയ്ത് പിടിച്ച് നീ മിടുക്കനായിട്ട് ചെയ്തു കേട്ടോ. നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇതുപോലെ തന്നെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാരംകുട്ട, ഇന്ന് സാരംകുട്ടിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.5 out of 100. സാരംകുട്ടൻ ഹാപ്പി അല്ലേടാ നീ? ഹാപ്പിയാണ്, വളരെ ഹാപ്പി. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. താങ്ക് യു. ആരി ചേച്ചി, മീനുട്ടാ, ഞാൻ ആരി ചേച്ചിയെ വിളിക്കൂ. എനിക്കറിയാം ഈ റൗണ്ട് വരുമ്പോ ഞാൻ ആരി ചേച്ചിയെ വിളിച്ചിരിക്കും. ഇപ്പൊ ആരി ചേച്ചിയെ വിളിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഏതാണ് റൗണ്ട്. യെസ്, നമ്മുടെ പെർഫോമൻസ് റൗണ്ട് ആണ്. ആര്യ ചേച്ചിയുടെ വൈബുള്ള ഒരു പെർഫോമൻസുമായിട്ട് നമ്മുടെ ആവണിക്കുട്ടി എത്താണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം ആവണി തെന്നൽ ഓൺ സ്റ്റേജ്. ഇപ്പൊ ഒരു ചിരി വരും. ആദ്യം പൊന്നുകുട്ടൻ എന്ന് പറഞ്ഞാരാ? പൊന്നുകുട്ടനോ? വേണമെങ്കിൽ കട്ട് ചെയ്യാം. പൊന്നു ആരാണോ സ്വർണം തങ്കം പോലത്തെ കുട്ടിയാണെന്ന് തോന്നുന്നു. ആയിരിക്കും. ഇതാണ് നമ്മുടെ പൊന്നു കേട്ടോ. ആണോ? പൊന്നാണോ വിളിക്കണേ? ആണോ? ആയിരിക്കും എന്ന് പറഞ്ഞത് ഇപ്പൊ ഇട്ടതാണ്. അപ്പൊ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ പൊന്നാണ് അല്ലേ? അതെ, പൊന്നു എന്ന് വിളിക്കണേ. പൊന്നു, രണ്ട് കാര്യങ്ങൾ പറ്റി ചോദിക്കട്ടെ. ഒന്നൊരു ബുക്ക്, പിന്നൊരു മാർക്ക്. കയ്യിലുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എത്ര മാർക്ക് കിട്ടുന്നത്? ഇന്നത്തേന് 100 ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും 100. മാനിഫെസ്റ്റേഷൻ, ദ ലോ ഓഫ് അട്രാക്ഷൻ. ഇന്ന് 100 കിട്ടുമോ നമുക്ക് നോക്കാം. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തത് അതുപോലെ. ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ അച്ഛന്റെ ഫ്രണ്ട് വികാസങ്ങളും ഫാമിലി വന്നിട്ടുണ്ട്. അവര് മാസ്കറ്റിലാണ്. അപ്പൊ ഫ്ലൈറ്റ് കിട്ടാതെ എന്നിട്ട് എന്റെ പാട്ട് കേൾക്കാൻ ഫ്ലൈറ്റ് എടുത്തു. പാട്ട് കേൾക്കാൻ അവിടെ ഫ്ലൈറ്റ് എടുത്തു വന്നു. ഫ്ലൈറ്റിനാണെങ്കിൽ ഭയങ്കര ചാർജാ, ഭയങ്കര എമൗണ്ടാ. അത്രയും ത്യാഗം സഹിച്ചു വന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം വന്നിരിക്കുന്ന വികാസിന് വെൽക്കം. ഹായ്. വികാസേട്ടനും ചേച്ചിയുടെ പേരെന്താ? ആതിര. പേരെന്താ? ധ്രുവൻ ദേവ. കിടിലം പേര്, ധ്രുവൻ ദേവ. യെസ്, എനിക്ക് ഈ മട്ടും ഭാവവും ഈ വേഷമൊക്കെ കണ്ടിട്ടേ ഏതൊരു സിനിമയിൽ മധുബാല ഇതേപോലത്തെ ഒരു വേഷം ഇട്ട് വന്ന പോലെ ഒരു ഓർമ്മ. പിന്നെ നമ്മുടെ സമ്മറിൻ ബത്ലഹേമിലത്തെ മഞ്ജു ചേച്ചിയുടെ കോസ്റ്റ്യൂം. അപ്പൊ ഇന്ന് ഏത് പാട്ടാ? ചൂളമടിച്ചാണോ അതോ? എനിക്ക് ഹരിതഭൂവിൻ കറുകനാമ്പും നീലഗിരിയിലെ പാട്ടാണ് പാടുന്നത്. അതില് നമ്മുടെ കീരവാണി സാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കുറച്ച് സിനിമകൾക്ക് അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുള്ളൂ. മലയാളത്തില് മരകതമണി എന്നായിരുന്നു പേര്. അദ്ദേഹത്തിന് 3 പേരുണ്ട്, അറിയാമോ? കീരവാണി, MM ക്രീം. ഹിന്ദിയിൽ ചെയ്യുമ്പോ MM ക്രീം, മലയാളത്തിലും തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് മരകതമണി എന്നായിരുന്നു പേര്. ഇതില് നല്ല പാട്ടുകളാ, ഇതിലെല്ലാം നല്ല പാട്ടുകളാ. ഒന്ന് മേലെ മാനത്തേ തേര്, ആ പാട്ട്, കറുകനാമ്പും, പിന്നെ തുമ്പി അങ്ങനെ ഒരു പാട്ടുണ്ട്. എല്ലാം നല്ല പാട്ടാ. മധുബാലയുടെ ഡാൻസ് ഒക്കെ കൊള്ളാം അതില്. മമ്മൂക്കയുടെ ആക്ടിങ് എല്ലാം കൊള്ളാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. യെസ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ. ലിറിക്സ് PK ഗോപി സാർ, പാടിയത് ചിത്രാമ്മ, ഇയർ 1991. യെസ്. നമ്മള് ഒരേപോലത്തെ ബോ ആണല്ലോ. അല്ല, അത് മാത്രല്ല നമ്മളെല്ലാരും ഗ്രീൻ ആണല്ലോ. ഗ്രീൻ
ഇത് ഞാൻ മൊത്തം മാത്രമാണോ വേറെ? ഗ്രീനാണല്ലോ നമ്മൾ ഭയങ്കര മാച്ചിങ് നോക്കിയേ. ഓ അതാ സെയിം. മാച്ചിങ്ങോട് മാച്ചിങ്. ഈയിടെ മധുമാമൻ കുറച്ചും കൂടെ സുന്ദരനാവുന്നല്ലേ? ഉണ്ട്. വല്ലാണ്ട് ഞാന് ചേട്ടന്റെ അത്ര സൗന്ദര്യം വരാൻ വേണ്ടി കണ്ണടൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോ കണ്ണട ഇട്ട് അന്ന് അതുപോലെ ഒന്ന് വെച്ച് നോക്കട്ടെ. ടെടേൻ ടെടേൻ. വൃത്തിയുടെ മാറി. ഒരു ജീനിയസ് ലുക്ക് ഉണ്ട്. അത് വെച്ച് എന്തായാലും ചേച്ചി കൊള്ളാം. പക്ഷെ വാ തുറക്കരുത്. അത് വെച്ച് അങ്ങനെ ഇരിക്കണം. കാര്യം അങ്ങനെയൊന്നും അല്ലെങ്കിൽ ജീനിയസ് ലുക്ക് ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ പന്നു കളിക്കണേ. ഓക്കെ. കവിതമൂളും ഹരിതഭൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെല്ലുനേരം കറുകനാമ്പും കവിതമൂളും ഹരിതഭൂവിൻ മൃദുലഗാനം. ക്യാപ്റ്റൻ, യെസ്. ഞാൻ കുറച്ച് ബിസിയാണ്. എനിക്കൊരു സംഭവം ഉണ്ട്, ഒരു പുസ്തകം എഴുതാനുണ്ട്. അതിനിടയ്ക്ക് ആ സംഭവം കൂടെ നടക്കണ്ടോ? അതിനിടയ്ക്ക് പൂട്ടുകച്ചവടം. ഇടയിൽ പുസ്തകം ഒരു അർജന്റ് കാര്യം. കുറെ കാര്യങ്ങൾ എഴുതാനുണ്ട്. ആണോ? ആവണിക്കുട്ടി എന്താ ചേച്ചി? പാടിക്കഴിഞ്ഞപ്പോ ഒരു സമാധാനമായോ? ഫീലിംഗ് ഗുഡ്? ഹാപ്പി? എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കാണാനുണ്ടായിരുന്നു ഇവിടെ. കേട്ടോ? കുറച്ചും കൂടെ എന്താ പറയാ, സ്റ്റേജിനെ പറ്റി ഇങ്ങനെ ബോധേഡ് ആവാതെ ഒരു ഡാൻസ് കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഹാപ്പിയായി പെർഫോം ചെയ്യുന്ന ഒരു ആവണിക്കുട്ടി. ആ ആവണിക്കുട്ടിയെ എനിക്ക് ഈ വേദിയിൽ കിട്ടി. നേരം കറുകനാമ്പും കവിതമൂളും ഹരിതഭൂവിൻ മൃദുലഗാനം.
മിടുക്കി കേട്ടോ. എനിക്ക് ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സ്റ്റൈലിങ്ങും നല്ല രസമുണ്ട്, പാട്ടും നല്ല രസമുണ്ട്. ചില ഭാഗങ്ങളൊക്കെ നല്ല സൂപ്പർ 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 ആയിട്ട് പാടി. അതുപോലെ നല്ല ശബ്ദം. ആ ശബ്ദം ഇപ്പോഴാണ് കുറച്ചും കൂടെ തെളിഞ്ഞു വന്നത് എന്ന് ഫീൽ ചെയ്തു. അതുപോലെ ബ്രെത്ത് ബെറ്റർ ആയിട്ടുണ്ട്, പിന്നെ ക്ലാരിറ്റി ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് ആവണിക്കുട്ടി ചെയ്തു. മിടുക്കിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഒരു പെപ്പീനെസ്, ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാമെന്ന് ഫീൽ ചെയ്തു ഓവറോൾ പാട്ടിൽ. അതാണ് മെയിനായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ചരണത്തില് താലമേന്തി വന്നുപോൽ എന്നുള്ള ഭാഗത്തെ കുറച്ചൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ സന്ധ്യ ഓക്കെ. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു 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 ചെറിയ 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 പോരായ്മകൾ, ചെറിയ ചെറിയ കുഴപ്പങ്ങൾ കണ്ണൂര് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ തോന്നിയുള്ളൂ. ഓവറോൾ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആവണിക്കുട്ടിയുടെ പെർഫോമൻസ് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എഴുതി കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് എനിക്ക് കളഞ്ഞു പോയ ഒരു പുസ്തകം തിരിച്ചു കിട്ടി. അയ്യോ, കൊറേ എഴുതുന്നുണ്ടായിരുന്നോ? കുറെ കാര്യങ്ങൾ മീനുട്ട കവിത ഒക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഒച്ചത്ത് വായിക്കരുത്, സസ്പെൻസ് അത്. അല്ല, അവസരം നമ്മൾ വായിക്കും. ഓ, ഒരു കാര്യം ചെയ്യാം, മധുചേട്ടൻ പറയട്ടെ അല്ലേ? അതെ അതെ, എംജങ്ങൾ എഴുതിക്കോ. ആവണി തെന്നൽ എന്താ സാർ? നന്നായിട്ട് തെന്നിയല്ലോ ഇന്ന്. അല്ല, നന്നായിട്ട് പാടി. തെന്നി വീണില്ലാന്ന് എഴുതിയിട്ടുണ്ടോ? നന്നായിട്ട് പാടിയിട്ട ഉഗ്രനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആര് സംസാരിച്ചപ്പോ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആ ഇമ്പ്രൂവ്മെന്റിൽ ഞങ്ങൾ പുളകം കൊള്ളുകയാണ് കേട്ടോ. യെസ്, എന്തായാലും കൊള്ളാം. ഇടയ്ക്ക് വന്ന അതിഥിയായിട്ട് കൂടി ഹാർഡ് വർക്ക് കൊണ്ടും ആ ഒരു വാശി കൊണ്ടും നല്ല ഇമ്പ്രൂവ്മെന്റോട് കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പാടിയതിൽ പല ഭാഗങ്ങളും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. പല്ലവി ഇഷ്ടപ്പെട്ടു, അനുപല്ലവിയും ചരണവും ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പാട്ട് ഫുള്ളായില്ലേ? അതെനിക്ക് ഫസ്റ്റ് പല്ലവിയിൽ മാത്രം ഹരിത ഭൂ എന്ന് കേട്ടില്ല, ഹരിത ഭൂവിന്ന് കേട്ട് ആദ്യത്തെ പല്ലവി, ആദ്യത്തെ തവണ. പിന്നെ കുറച്ചും പിന്നെ ശരിയായി, അത് മനസ്സിലായിരുന്നു തോന്നി. യെസ്, എനിക്ക് പിടികിട്ടി. പിന്നെ മനസ്സിലായി എനിക്ക്. യെസ്. പിന്നെ എനിക്ക് തോന്നിയത് ഒരു മോഹമാല തന്നുപോലും ഒരു താലമേന്തി വന്നുപോൽ. അതിന്റെ തന്നു വന്നു എന്താ, അതിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു താലമേന്തി യെസ്, ഒരു മോഹമാല തന്നുപോൽ. യെസ് യെസ് യെസ്, അത് അതിന്റെ ക്ലാരിറ്റി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. വളരെ മനോഹരമായിട്ട് പാടി നമ്മുടെ ആവണിക്കുട്ടി. ഗോഡ് ബ്ലെസ് യു. ഒരു വിധം കൺക്ലൂഡ് ചെയ്തു. കഷ്ടപ്പെട്ട് കൺക്ലൂഡ്. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്ന് പറഞ്ഞാൽ കളഞ്ഞു പോകും, പക്ഷെ തിരിച്ചു കിട്ടുമ്പോൾ ഭയങ്കര രസമല്ലേ. അങ്ങനെയാണ് ഈ പുസ്തകം കിട്ടിയിരിക്കുന്നത് എന്റെ കയ്യിൽ. ഇന്ന് പാട്ടിന്റെ കാര്യല്ലേ? ആ പാട്ടിന്റെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ്. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടിന്റെ ഒരു ബീറ്റ്. അപ്പൊ ഇടയ്ക്ക് എനിക്ക് തോന്നി പറഞ്ഞാൽ നന്നായിട്ട് പൂത്ത് വിരിഞ്ഞ ഒരു പൂവായില്ലേ, ചരണമായപ്പോഴത്തേക്ക് ഒരു സ്ഥലത്തായപ്പോ തളർന്നു കുറച്ചൊക്കെ ഇങ്ങനെ വാടിപ്പോയി. ഇടയ്ക്ക് അതിനകത്തൊരു മെലഡി കൊണ്ടുവന്നിട്ടുണ്ട് കിരുവാണി സാറ്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ നമ്മുടെ ആ ടെമ്പോ നഷ്ടപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വാടിപ്പോണെന്നോ ഇല്ല. അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ആ ഋതുവുമായിട്ട് അങ്ങോട്ട് ജെൽ ചെയ്യാത്ത പോലെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതൊന്ന് മാറ്റി പഠിക്കേ. അതൊക്കെ ഒരു മോഹമാല അത്
ഒരു തുടങ്ങുന്ന എത്ര ഗ്യാപ്പ് ഉണ്ട്? 1 to 3. ഒരു മോഹമാല അവിടെ റിട്ടാർഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ അത് എനർജി നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ പല്ലവിയിലുള്ള രണ്ടാമത്തെ ഭാഗമല്ലേ, അത് കുറച്ചും കൂടി ഡൈനാമിക്സ് അവിടെ വർക്ക് ചെയ്താൽ. ഈ പൂവനം മനോഹരം, അത് കറക്റ്റ്. ചിരിച്ചു പാടും കല്ലോലിനി. ഈ പൂവനം മനോഹരം ആ മനോഹരം മനോഹരം അതാണ്. ആ ഒരു ക്രഷൻഡോ വേണം. മനോഹരം വരൂ തെല്ലനേരം കറുകനാമ്പും ഒരുപാടായി കഴിഞ്ഞാൽ അതെ, പ്രശ്നം. ആവശ്യത്തിന് ആവശ്യമുള്ള രീതിയിൽ ആവശ്യത്തിന് കൊടുത്താൽ മാത്രമേ ആവശ്യത്തിന് കൊടുത്തു എന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് തോന്നും. അല്ലേ? എല്ലാം മനസ്സിലായി. അപ്പൊ അത് ശ്രദ്ധിക്കണേ. പിന്നെ ഞാനിവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങള് അത് വായിക്കാൻ പോകണോ? ഒന്ന് കാണിച്ചു കൊടുത്തേ മീനൂട്ടാ, ഒന്ന് വന്നേ. വരട്ടെ. ഹാർട്ടൊക്കെ വരച്ചു വെച്ചേക്കുന്നു. വല്ലാത്ത അറ്റാച്ച്മെന്റ് തന്നെ അല്ലേ? ഫേവറേറ്റ് ബുക്ക് MJ സാറിന്റെ. എന്താ അവിടെ കൊണ്ട് കൊടുക്കണോ? അവിടെ കൊടുത്തു. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരണോ? തിരിച്ചോളൂ. ഓക്കെ. എന്താ ഒരു നാളെ വരണ പൊന്നു, നാളെ വരണ എന്താ? വീഴ് തലകറങ്ങി. അതാ ഇതിന്റെ ലിറിക്സ് ഒക്കെ ഉണ്ട്. ഈ പുസ്തകത്തിലാണ് എല്ലാ മാർക്കും എല്ലാ ലിറിക്സും എല്ലാം എഴുതി വെക്കണേ. രഹസ്യങ്ങളുടെ കലവറയാണ് ആ ഈ പുസ്തകം. ബുക്ക് എങ്ങനെ ഇവിടെ എത്തി? മ്യൂസിക് ഡയറി. അത് എനിക്ക് കളഞ്ഞു കിട്ടിയതാ. അല്ല, തിരിച്ചു തരത്തില്ല. ഇല്ല, അതെന്റെ പുസ്തകല്ലേ. മാർക്കാണോ? എന്നാ അതിൽ എഴുതിയിട്ടുണ്ട്. എത്ര നോക്കട്ടെ, കാണിക്കട്ടെ. 98.5 on 100. എന്താണ് എഴുതിയിരിക്കുന്നത്? പൊന്നുവിന് സ്നേഹപൂർവം 98.5. പിന്നെ ഇതുണ്ട്, ലവ് MJ അങ്കിൾ, ഫീൽ ഫസ്റ്റ്, സിംഗ് നെക്സ്റ്റ്. യെസ്. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറ് എഴുതണം, ഇങ്ങനെ സൈൻ ഇടണം. അപ്പൊ അത് കിട്ടിയ മാർക്ക് കിട്ടിയില്ലേ? 1.5 മാർക്സ് മാത്രമേ കുറവുള്ളൂ. ജസ്റ്റ് മിസ്. അപ്പൊ ഏകദേശം അവിടെ എത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 100 ആയിരുന്നല്ലേ? ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു? ഇതൊക്കെ ഒരു സ്കില്ലാ. നീ ഓക്കെ. അപ്പൊ അതൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ. ഈ പുസ്തകം ഇങ്ങനെ എഴുതുന്നതും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും നമ്മുടെ കുഞ്ഞിന്റെ സ്വപ്നങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതും എല്ലാം ആ സ്വപ്നങ്ങൾ എന്റെ അളിയനില്ലേ, അളിയൻ ശ്രീശാന്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഐ വിൽ പ്ലേ 2007 വേൾഡ് കപ്പ് എന്ന് എഴുതിയിരുന്നു. അതിന്റെ മുകളിൽ തന്നെ വീണ്ടും എഴുതി ആ പേപ്പർ കീറിയിട്ടുണ്ട്. സംഭവിച്ചില്ലേ? മൈക്കിൾ കണ്ടോ? മൈക്കിൾ ഇല്ല, കണ്ടിട്ടില്ല. അതിനകത്ത് മൈക്കിൾ ജാക്സൺ നെവർലാൻഡ് എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ബുക്ക് ഉണ്ട്. അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, നെവർലാൻഡ്. പിന്നെ വലുതായി കഴിഞ്ഞപ്പോ പുള്ളിയുടെ സാമ്രാജ്യത്തിന്റെ പേര് നെവർലാൻഡ് എന്നല്ലേ. അങ്ങനെ നമ്മൾ കുട്ടിക്കാലം മുതൽ ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കും. കുട്ടിക്കാലം മുതലൊന്നല്ല, എപ്പോ വേണമെങ്കിലും. അതെ, വലുതാകുമ്പോ പറയാൻ നല്ലൊരു മെമ്മറി ആവട്ടെ കേട്ടോ. ഇത് കുഞ്ഞേ പോവല്ലേ. നമുക്ക് അതിനു മുമ്പ് ഒരു വീഡിയോ കാണാം. ഇവിടെ നമ്മുടെ ആര്യക്കുട്ടി, ഇത് മെറ്റയുടെ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. അതിലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മോള് പാടിയപ്പോ ആര്യയുടെ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ട് നോക്കാം. എന്റെ POV ആണ് കാണാൻ. മീൻവൈൽ ആര്യ ചേച്ചി. ഇതാണോ പോയിന്റ്? തല ഒന്ന് നേരെ നിർത്തണ്ടേ? ഇതിനാണ് പോയിന്റ്ലെസ് വ്യൂ എന്ന് പറയുന്നത്. ഞാൻ എല്ലാം കാണുന്നുണ്ട്, കണ്ടോ? കലകി. പക്ഷെ നല്ല രസമുണ്ട്. അതെ അതെ, തല ഒന്ന് അനക്കാതെ വെക്കാറുണ്ട്. ആനയോ? അതെ, ഞാൻ സ്റ്റെബിലൈസർ അല്ല. പാട്ട് ആസ്വദിക്കുമ്പോൾ അറിയാതെ തലയാട്ടി പോകുന്നതാ. അതെ, അതേട്ടാ, അത് കണ്ടിട്ട് എനിക്ക് തല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജി. ബൈ. ഗുഡ് നൈറ്റ്. മീനുകൂടാ, എന്തോ ഇന്ന് വളരെ സ്പെഷ്യൽ ഒരാൾ ഇവിടെ വന്നിരിക്കുന്നു. അതെ അതെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജിത്തുന്റെ പാപ്പ. അതെ അതെ അതെ. ഹലോ ഫൈസൽ. ഹായ്. ഹായ് ചേട്ടാ. ഇവിടെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അധികം ദിവസം. നമ്മള് ജിത്തുവിനെ കുറിച്ച് വളരെ പ്രൗഡാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അച്ഛൻ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, മറ്റന്നാളല്ല ഇന്ന് വരും എന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന് വന്നു. ശരിയാണ്. ഞാനും അതെ, ഇങ്ങനെ എന്നാ വരാൻ പറ്റാന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കായിരുന്നു.
അതായത് വരണം വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതുപോലെയാണല്ലോ അല്ലേ? അതെ. അതെ നമ്മൾ വിചാരിക്കുമ്പോ ഒന്നും വരാൻ പറ്റില്ലല്ലോ. വരാൻ പറ്റില്ല, ശരിയാണ്. അതെ, അവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ, വാറിന്റെ സിറ്റുവേഷൻ. അതെ അതെ. എല്ലാ പ്രാവശ്യം വൈഫ് പറയാറുണ്ട് വരുന്നതിനെ കുറിച്ചിട്ട്. ഇവിടെ ഭയങ്കര മിടിക്കല്ലേ? സകല കലാ കായിക താങ്ക് യു സർ. നമുക്ക് അഭിമാനാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ജിദ്ദു ഉണ്ടെന്നുള്ളത് ഒരു അഭിമാനാണ്. താങ്ക് യു സർ. നമുക്ക് എവിടെയും പറയാം ജിദ്ദയെ കുറിച്ച്. പാപ്പയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ജിദ്ദുവിന് വേണ്ടിയിട്ട് അഭിമാനിക്കാം ശരിക്കും. തീർച്ചയായിട്ടും. അതെ. ഞാനിപ്പോ ജിദയുടെ പേരിൽ അറിയപ്പെടുന്നത് മകളുടെ അച്ഛൻ ജിദ ഫൈസൽ എന്നുള്ള പേരിൽ ഞാനിപ്പോ അറിയപ്പെടുന്നുണ്ട്, കൂടുതൽ അറിയപ്പെടുന്നത്. നാട്ടില് ഞങ്ങളെ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ല തൃത്താല കുമരനെല്ലൂർ. തൃത്താല കുമരനെല്ലൂർ. അപ്പൊ അവിടെ ഞങ്ങളെ ഫാമിലി കക്കടി ഫാമിലി എന്നാണ് പറയാ, ഫാമിലി നെയിം. അപ്പോ കുറച്ച് പേരുള്ള ഫാമിലിയാണ്. അപ്പോ ഓൾറെഡി ഞങ്ങളെ അറിയും. ഇപ്പോഴാണ് കൂടുതലാണ് എല്ലാവരും അറിയുന്നത് എന്നെ, മോളുടെ പേരില്. അപ്പോ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. പിന്നെ അതുപോലെ തന്നെ വളരെയധികം സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ. ഇവിടെ വരാനും നിങ്ങളെ കാണാൻ എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലെ വന്നിരിക്കാനും എല്ലാവരെയും കാണാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. എന്തോ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ഇല്ലേ? ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ഉണ്ട്. നമുക്ക് ജിതക്കുട്ടി വന്നു കണ്ടാലോ? ഇപ്പൊ അവളുടെ എക്സ്പ്രഷൻ ഒന്ന് കാണണം. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജിതക്കുട്ടി ഓൺ സ്റ്റേജ്. കൈ നോക്കാനുണ്ടോ? ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയും. ചേച്ചി ഭാവി നോക്കിയാലാ? വേണ്ട, ഉള്ളതേ പറയും, ഇല്ലാത്തത് പറയും. ഞങ്ങള് ജിതയല്ലേ വിളിച്ചത്? ആ ജിതേ അല്ല, ജിതാനെ കുറച്ചേരത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടേക്ക്. എങ്ങോട്ടേക്ക്? ഇത്ര സന്തോഷമുള്ളൊരു ദിവസം നീ ആ കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടടാ. മീനാക്ഷി ചേച്ചിയോട് എന്താ 1 ഉം 3 ഉം ലേലെ ഇടക്കുള്ള ഒരു സംഖ്യ ആലോചിക്ക്. വേണ്ടല്ലേ? കണ്ടാ ഉള്ളതേ പറയൂ, ഇല്ലാത്തത് പറയില്ല. പക്ഷെ ഞാൻ 2 ആലോചിച്ചേ. അരക്കണക്ക് ഇവിടെ ഇല്ല. ഇപ്പൊ എന്താ പറഞ്ഞാല് ഭൂതം, ഭാവി, വർത്തമാനം അല്ലേ? വർത്തമാനം കൂടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതെ, എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു. ഭാവിക്ക് വേണ്ടി ഭൂതത്തിനെ വർത്തമാനത്തിൽ കല്യാണം കഴിച്ചു. എന്തിന്? അതിന്റെയൊക്കെ വല്ല എനിക്ക് മനസ്സിലായി. എന്താ അർത്ഥം? വീട് ചെല്ലുമ്പോ ശരിയാക്കും. അതെ, ഇന്നൊരു അടി ഉറപ്പാ. അല്ല, ഇത്രയും ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ അറിയാവുന്ന ആള് അച്ഛൻ വരുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ. അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് MJ സാർ ചൂണ്ടിക്കാട്ടി. പക്ഷെ എനിക്കിപ്പോ അച്ഛനെ കണ്ടപ്പോ എനിക്കൊരു സംശയം. അച്ഛൻ ഇത്രയും പാവമാണ്, പക്ഷെ ജിദ്ദു എന്തുകൊണ്ട് ഇത്രയും പാവാവുന്നില്ല? ഇത് ആരുടെ സ്വഭാവം? വെറുതെ ഈ കാണിക്കണമെന്നല്ല. പിന്നെ എന്താണ് സംഭവം? ഉമ്മച്ചിയുടെ സ്വഭാവമാണോ വാപ്പയുടെ സ്വഭാവമാണോ? രണ്ടും മിക്സഡാ. ആരാണ് പാവം? പാവം രണ്ടും പാവൊന്നുമല്ല. രണ്ടും പാവമല്ല, രണ്ടും പാവങ്ങളാന്നാ പറയാ. ഞാനും അതാ പ്രതീക്ഷിച്ചിരുന്നത്. രണ്ടുപേരും പാവം മനുഷ്യര്. പാവമല്ല. ജിതക്കുട്ടിയുടെ ഒരു വീഡിയോ. താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പൊന്നാരം പറയേണ്ടേ കണ്ണീറയേ, വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിൽ
ഇപ്പഴും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇതാരാ കരയാത്തത്? അല്ല എന്റെ കണ്ണും നിറഞ്ഞു പോയി. സോ ബ്യൂട്ടിഫുൾ. അതെ. ഇപ്പൊ എത്ര നാളിന് ശേഷമാണ് കാണുന്നത്? 2 വർഷം. 2 വർഷത്തിന് ശേഷം കാണാണ്. അതാണ്. എന്തായാലും നമുക്കൊക്കെ വല്ലാത്തൊരു എന്താ പറയാ സന്തോഷമോ സങ്കടമോ എന്താന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായി ആ ജിതയുടെ കരച്ചിൽ കണ്ടപ്പോ. ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറയും. അതെ 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 അതെ. ബ്യൂട്ടിഫുൾ മൊമെന്റ്. സ്വീറ്റ് മൊമെന്റ്. അപ്പൊ ഇത് കുറച്ചു മുമ്പാണ്. അതെ. ഈ വേഷത്തിലല്ലേ? ആ കൂട്ടിലടച്ചിരിക്കുന്ന ആരെയാ? തത്ത. അതെന്തോ ഒരു പുച്ഛം. ഓക്കെ. ഏതാ തത്തയൊക്കെ കൊണ്ടുവന്നിട്ട് ഏത് പാട്ടാ പാടണേ? പച്ചമല പനങ്കുരുവി. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണ്. ഒരു ഡിഫറെന്റ് സോങ് ആണ്. എഴുതിയിരിക്കുന്നവരാണ് പി ഭാസ്കരൻ മാഷ്. പാടിയത് എസ് ജാനകി അമ്മ. ഇയർ 1974. ഫിലിം അരക്കള്ളൻ മുക്കാക്കള്ളൻ. അതാരെ പറ്റിയാണ് അറിയില്ല. പറഞ്ഞോ, ധൈര്യം പറഞ്ഞോ. മുക്കാക്കള്ളൻ മധുങ്കൾ. എം ജെകൾ. സന്തോഷായി. അപ്പൊ നമുക്ക് വാപ്പയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. രണ്ടുപേരും പ്രൗഡ് ആയിരിക്കും. All the best. All the best. Thank you. പച്ചമല പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ? മഷി നോട്ടത്തിൽ കണ്ടോ? പച്ചമല പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ? മഷി നോട്ടത്തിൽ കണ്ടോ? ചന്ദനമരം കടഞ്ഞെടുത്തുള്ള വടിവും ചിന്തൂര പൊട്ടു തൊട്ടാൽ ചന്തമുള്ള മുഖവും. ചന്ദനമരം കടഞ്ഞെടുത്തുള്ള വടിവും ചിന്തൂര പൊട്ടു തൊട്ടാൽ ചന്തമുള്ള മുഖവും. മാറത്ത് നരിപ്പല്ലും തോളത്ത് പൊക്കണവും ആമ്പുള്ളി ചുണങ്ങുമുള്ള മാരനെ കണ്ടോ? പച്ചമല പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ? മഷി നോട്ടത്തിൽ കണ്ടോ? വടമല കുന്നുകളിൽ വാഗപൂത്ത കാലം കുടിലിൽ നിന്നൊരു നാളിൽ വഴക്കിട്ടു പിരിഞ്ഞു. വടമല കുന്നുകളിൽ വാഗപൂത്ത കാലം കുടിലിൽ നിന്നൊരു നാളിൽ വഴക്കിട്ടു പിരിഞ്ഞു. വൈകാശി വെയിലിലും തോരാത്ത മഴയിലും താനാകെ തേടി തേടി പുറത്തി ഞാൻ അലഞ്ഞു. പച്ചമല പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ? മഷി നോട്ടത്തിൽ കണ്ടോ?
സൂപ്പർ സൂപ്പർ കലക്കി കലക്കി. ഇതാണ് ഫയർ. താങ്ക് യു സർ. ഫയർ ഫയർ തീ തീ. താങ്ക് യു. ടാലന്റിന്റെ തീ നമുക്ക് കാണാൻ പറ്റുന്നു. യെസ്. ലെസ് ഫിയർ മോർ ഫയർ. അതാണ് കേട്ടോ. നമുക്ക് എപ്പോഴും പേടി എപ്പോഴാണോ കുറവുള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ തീ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജിത്തു അതിനുവേണ്ടി ട്രൈയറുണ്ട്. ഇന്ന് കറക്റ്റ് അവിടെ എത്തി. താങ്ക് യു സർ. അപ്പൊ ആ ടാലന്റിന്റെ തീ ഇങ്ങനെ പകർന്നു കേട്ടോ നമുക്ക്. താങ്ക് യു. കേട്ടോ അത് ഗംഭീരമാണ് കേട്ടോ. പിന്നെ അഭിനയിക്കേണ്ടി വന്നില്ല, കാരണം കുറച്ചായിട്ട് പകർന്നാട്ടമായിരുന്നു. പച്ചമല പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ. ഒരു നാച്ചുറൽ പെർഫോമറും അല്ലാത്തൊരാളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് ഈ കൊറിയോഗ്രാഫി ഡാൻസ് ഇതൊന്നും വരത്തില്ല, എത്ര ട്രൈ ചെയ്താലും വരത്തില്ല. എൻ്റെ ഭാര്യ ചോദിക്കുന്നത് ഇത്ര അധികം പാട്ടുകൾ ചെയ്ത ഒരാളല്ലേ, ഒരു സ്റ്റെപ്പെങ്കിലും ഇതുവരെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റെപ്പിനുള്ള ആളല്ല. ഭാര്യ ഒരു ഡാൻസറും കൂടിയാണേ. അതാണ് പ്രിയ അസലായിട്ട് ഡാൻസ് ചെയ്യും. എനിക്ക് കണ്ടോണ്ടിരിക്കാന്നല്ലാതെ പറ്റത്തില്ല. പക്ഷെ ജിത്തു എങ്ങനെയാന്ന് വെച്ചാൽ യു ആർ എ വെരി നാച്ചുറൽ പെർഫോമർ. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ ടാലന്റാണ്, വലിയ ടാലന്റാണ്. താങ്ക് യു സർ. ആ ഗ്രേസ് ഇങ്ങനെ ഒഴുകാണ്, ഒരു നദിയെ പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മൾ അതിന്റെ കൂടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. അവിടെ കുറത്തിയും വരും, കുറത്തിയുടെ കൊറിയോഗ്രഫിയും വരും, അതിനിടയിൽ പാട്ടിന്റെ ആ കണ്ടോ എന്ന് പറഞ്ഞ് ശ്രുതി ചേർത്തില്ലേ, അത് സൂപ്പർ ആയിരുന്നു. അതിന്റെ അവസാനം ഒരു ഗ്ലൈഡ് കൊടുക്കുന്നില്ലേ, കണ്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചു പാടിയിട്ടുണ്ട്. തെമ്മാങ്ക് അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടല്ലോ ഈ പാട്ടില്. അതെല്ലാം ജാനകിയമ്മയുടെ ശബ്ദം ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ജിദ്ദുവിന്റെ രീതിയിൽ യുവർ സ്റ്റാമ്പ് ഇസ് ദേർ. അത് വളരെ വളരെ വലിയ കാര്യമാണ്. അപ്പൊ ജിദ്ദു ഈ രീതിയിൽ തന്നെ ഡബിൾ അടിച്ച് മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, ധൈര്യപൂർവ്വം പോരട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്നോട് തന്നെ, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതായത് ലെസ് ഫിയർ മോർ ഫയർ. അപ്പൊ ആ തീ ഇങ്ങനെ പടരട്ടെ. ഓക്കെ, കലക്കി. സൂപ്പർ സൂപ്പർ. നല്ല ഉഗ്രൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെയാണ് ഇപ്പൊ പാടിയത്. ഞാൻ ഈ പാട്ട് ജാനകിയമ്മ പാടിയത് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഇത് ജിതക്കുട്ടിയുടെ ശബ്ദത്തിൽ ഇങ്ങോട്ട് മനസ്സിലേക്ക് പതിഞ്ഞു ഇപ്പൊ. പിന്നെ അവസാനം ഒരു പ്രശ്നം പറ്റി അല്ലേ, പക്ഷെ അത് നമ്മൾ കണക്കാക്കുന്നില്ല. അത് ആർക്ക് വേണം സംഭവിക്കാം. അത് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നോ പ്രോബ്ലം. പക്ഷെ ഇന്ന് പാടിയതെല്ലാം സൂപ്പറോ സൂപ്പർ. വെരി ഗുഡ്. ജിതക്കുട്ടി, എന്തോ ഇത് പ്ലാൻ ചെയ്തിട്ടാണോ വരുന്നത് ഇങ്ങനെ സ്റ്റേജ് യൂസ് ചെയ്യണം, അതോ ഇവിടെ വന്നിട്ട് നാച്ചുറലി തോന്നുന്നതാണോ? ഫസ്റ്റത്തൊക്കെ പ്ലാൻ ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് എന്തെങ്കിലും മൂവ്മെന്റ്സ് കൊടുക്കണം പ്ലാൻ ചെയ്തു. പിന്നെ ആക്ഷൻസും കാര്യങ്ങളും ഓൺ ആ സമയത്ത് വന്നതാ. കലക്കിട്ടോ, വരി അറിഞ്ഞു പാടുക എന്നുള്ളത് ഗംഭീരായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇരുന്ന് പാടി സ്റ്റേജ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ. അതായത് ഇവിടെ പാടുമ്പോ ഇതൊക്കെ ജിതയുടെ സ്ഥലമാന്നുള്ള പോലെ ജിത പാടുന്നത്, ഇതൊക്കെ നമ്മുടെ ഏരിയ അല്ലേ. അതാണ് ഒരു പെർഫോമറിന് കാണുന്ന ഏറ്റവും നല്ല ഗുണം. അതാണ് അവർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ദേ ആർ ദ കിങ്, ദേ ആർ ദ ക്വീൻ, വാട്ട് എവർ. അത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരാണ് രാജാവ്. അത് ആ മനസ്സിൽ ജിതക്കുട്ടിയുടെ ആ മൈൻഡിലുണ്ട്. അത് പച്ചമല പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവനി കൂട്ടത്തിലുണ്ടോ. മിടുക്കി, അടിപൊളിയായി പെർഫോം ചെയ്തു. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ, മിടുക്കി. പിന്നെ ഒരു കാര്യം, മിഠായി കൊടുന്നുണ്ട്, ഞാൻ ഫസ്റ്റിൽ പറയാൻ മറന്നു. എന്താ കൊണ്ടുവരാത്തത്? കംപ്ലീറ്റ് എനിക്കുള്ളതായിരിക്കും. താങ്ക് യു. ഒന്നെടുക്കാനാ ഞങ്ങൾ കൊണ്ടുപോയി. കൂട്ടുകാർക്കുള്ളതാണ്. അയ്യോ, നിങ്ങൾക്ക് തന്നെയല്ല. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട മിഠായി ഉണ്ട്. ഉണ്ടോ? ഏതാണ് ഇഷ്ടപ്പെട്ട മിഠായി? കാരമൽ. താങ്ക് യു. ഓ, ഫെറാറി ക്രീം കളർ. ഞാൻ രണ്ടും ഓരോന്ന് വീതം എടുക്കുന്നുണ്ട്. ഞാൻ കൈയിട്ട് വാരും. മതങ്ങൾ എനിക്കുള്ളതും കൂടെ ഒന്ന് വായോ.
എല്ലാം വാരി എടുക്കില്ല. അതൊന്നും നല്ല ആ സെലക്റ്റീവ്. കുഞ്ഞിക്കൈ കൊള്ളുന്നത്ര മുഴുവൻ എടുക്കുന്നത്. അതാണോ കുഞ്ഞിക്കൈ? ഞങ്ങളുടെ നാട്ടിലൊക്കെ JCB കൈ എന്നാ പറയാ. ഞാൻ വരണം. അടിപൊളിയല്ലേ? മത് മൊത്തം വാരി എടുത്തു, ഇതിന് കവർ മാത്രമേ. ഇതല്ലേ അതെന്നെ മതങ്ങളിൽ എനിക്ക് ഒരേ ഇഷ്ടം കണ്ടോ. മാർക്കട്ടോ ഞാനാ ആട്ടോ 100 പറഞ്ഞോ. ഔട്ട് ഓഫ് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. പറഞ്ഞോ എന്താ വേണ്ടത്? 100. ഇത്രയൊന്നും ഇങ്ങനൊന്നും പറഞ്ഞാ പോരാ. എനിക്കിന്ന് കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാ? 100 out of 100. പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവണി കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ മഴ വേണ്ട, മഴ അത് വേണമെന്ന് പറഞ്ഞോ. വരട്ടെ ഒരു പനങ്കുരുവി എന്നെ വിട്ടുപോയ കുറവണി കൂട്ടത്തിലുണ്ടോ മഷി നോട്ടത്തിൽ കണ്ടോ. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ ജിതക്കുട്ടി. നമുക്ക് വാപ്പനെ കൊണ്ട് കൊടുപ്പിക്കാം. വാപ്പാനെ കൊടുക്കട്ടെ. പാടുന്നീരാവേരെയാവോർമകൾ വിശരിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ജീവനിൽ ഒരുപാട് സന്തോഷം. വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും, ഈ ഫ്ലോറിനോടും എല്ലാവരോടും, ജഡ്ജസിനോടും എല്ലാവരോടും. കൂട്ടുകാര് മാത്രമേ ഉള്ളൂ, നാട്ടുകാരുടെ കൂട്ടുകാര്. വലിയൊരു ഭാഗ്യമാണ് ഇതുപോലെ വന്ന് നിൽക്കാനും എൻ്റെ മോളുടെ കൂടെ നിൽക്കാനും ഇതുപോലെ രണ്ടു വാക്ക് സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് ഭാഗ്യം. എൻ്റെ മോള് താരാണിപ്പോ. എനിക്ക് താരം തന്നെയാണ്. അതിനേക്കാൾ വലിയ താരാണ് എൻ്റെ ഭാര്യ, വൈഫ്. കാരണം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് ദൃഢനിശ്ചയം എടുത്ത് വിശ്രാന്ത ശ്രമം നടത്തി വളരെയധികം പരിശ്രമിച്ച് എൻ്റെ മോളെ ഇതുവരെ എത്തിച്ച് അതിലൊരുപാട് ദൈവത്തിനോടും എല്ലാവരോടും ഒരുപാട് കടപ്പാടുണ്ട്, സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്തായാലും ഇന്ന് വന്ന ദിവസം തന്നെ ജിതമോള് നന്നായി പാടി. അതുപോലെ 100 മാർക്ക് കിട്ടി. അതിലേറെ സന്തോഷം. താങ്ക് യു ഓൾ. സ്റ്റേജിലൊന്ന് സർപ്രൈസ് കൊടുത്തിരുന്നെങ്കിൽ പച്ചമല പനങ്കുരുവി ഇപ്പൊ വാപ്പയെ കാണും. അതെ ഗിഫ്റ്റ് കൊടുക്കാം. ആദ്യം നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു ഉടുപ്പാണ് ജിതക്കുട്ടിക്ക്. പിന്നുള്ളത് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. നീ അച്ഛനും മോളും കെട്ടിപ്പിടിച്ച് പൊക്കോ. താങ്ക് യു കേട്ടോ. താങ്ക് യു. ബൈ ടാറ്റാ. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരുപാട് നല്ല നല്ല പാട്ടും പെർഫോമൻസുകളും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും നമ്മൾ പ്രേക്ഷകരെ കാണാനായിട്ട് ഇതേ സമയത്തെത്തും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.